ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20, 2025 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള അവസാന 8 ടീമുകളെ കണ്ടെത്താനായുള്ള പ്ലേ ഓഫ് മത്സരങ്ങളാണ് ഈ ആഴ്ച പൂർത്തിയായത്. ഇന്നലെ നടന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ നമുക്കറിയാം നിലവിലുള്ള ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് അതിന് മുമ്പത്തെ വർഷത്തെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കി, വേണമെങ്കിൽ പിച്ച് കീറി എന്നൊക്കെ പറയാം. ആ രീതിയിലുള്ളൊരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ആദ്യ പാദത്തിൽ റയൽ മാഡ്രിഡ് 2-3 ഗോളുകൾക്ക് മുൻപിലായിരുന്നു. ഇന്നലെ റയൽ മാഡ്രിഡ് മൈതാനത്ത് വെച്ചായിരുന്നു മത്സരം നടന്നത്. മാഞ്ചസ്റ്റർ സിറ്റിക്കായി അവരുടെ സൂപ്പർ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡ് കളത്തിലിറങ്ങിയില്ല. അതേപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ കെവിൻ ദി ബ്രൂയിനും ഇറങ്ങിയില്ല. ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ കോവാസിക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റുകളായ അബ്ദുൽ ഖാദർ കുസാനോവും നിക്കോ ഗോൺസേലും ഒമർ മർമൂഷൊക്കെ കളത്തിൽ സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങുകയും ചെയ്തു. സെൻറ്റർ ബാക്ക് ആണെങ്കിലും റൈറ്റ് ബാക്കായിട്ടാണ് ഒമർ മർമൂഷ് അബ്ദുൽ ഖാദർ കുസാനോവ് കളത്തിലിറങ്ങിയത്. റയൽ മാഡ്രിഡിൻ്റെ ലോകോത്തര താരം വിനീഷ്യസ് ജൂനിയറിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതിൽ അബ്ദുൽ ഖാദർ കുസാനോവ് വിജയിക്കുകയും ചെയ്തു. എന്നാൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച കിലിയൻ എംബാപ്പയെ തടഞ്ഞു നിർത്തുന്നതിൽ സിറ്റിയുടെ പ്രതിരോധത്തിന് കഴിഞ്ഞില്ല. ജോൺ സ്റ്റോൺസും ആക്കയും ഗോഡിയോളും റോയ് ഡയസും ഒക്കെ ആവർത്തിച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത്. കളിയുടെ തുടക്കത്തിൽ തന്നെ കിലിയൻ എംബാപ്പെ ഗോൾ നേടി വീണ്ടും ആദ്യ പകുതിയിൽ തന്നെ ലീഡ് ഉയർത്തുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ 3-ാം ഗോളും തികച്ച് ഹാട്രിക് നേടുകയും ചെയ്തു. മറുവശത്ത് സിറ്റിയുടെ മുന്നേറ്റക്കാരായ ഒമർ മർമൂഷിനും സാവിനിയോക്കും ഫോഡനുമൊന്നും റയലിൻ്റെ പ്രതിരോധത്തിലെ അധികായരായ അന്റോണിയോ റൂഡിഗർ നേതൃത്വം നൽകുന്ന റയലിൻ്റെ പ്രതിരോധത്തിന് ഒരു വിള്ളലുണ്ടാക്കാനോ അത് വിള്ളലുണ്ടാക്കി റയലിൻ്റെ ഗോൾ പോസ്റ്റിലേക്കൊരു ഷോട്ട് തൊടുക്കാനോ കഴിഞ്ഞില്ല. സിറ്റിയുടെ ആദ്യ ഷോട്ട് റയലിൻ്റെ പോസ്റ്റിലേക്ക് ചെന്നത് 76-ാമത്തെ മിനിറ്റിലാണ്. അതിൽ നിന്നറിയാം റയലിൻ്റെ പ്രതിരോധത്തിൻ്റെ ശക്തി. പിന്നീട് ചില ഷോട്ടുകളൊക്കെ ചെന്നെങ്കിലും ഗോളാക്കി മാറ്റാനൊന്നും കഴിഞ്ഞില്ല. അതേസമയം കളി ഏതാണ്ട് തീർന്ന ശേഷം അവസാന മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ ഉമർ മർമൂഷിൻ്റെ ഒരു ഷോട്ട് ഫ്രീ കിക്കായിരുന്നു. അത് ഗോൾ പോസ്റ്റിൽ തട്ടി മടങ്ങുകയും നിക്കോ ഗോൺസേൽ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ 3-1 വിജയമാണ് ഇന്നലെ റയൽ മാഡ്രിഡ് നേടിയത്. 2 പാദങ്ങളിലായി 6-3 വിജയം നേടി അവർ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. സിറ്റി ഇപ്രാവശ്യത്തെ പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് സിറ്റി പ്രീ ക്വാർട്ടറിലെത്താതെ പുറത്താവുന്നത്. മറ്റ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നമുക്കറിയാം. ഇറ്റാലിയൻ വമ്പന്മാരായ AC മിലാനും ജുവൻറ്റസും അത്ലാൻ്റയും ഒക്കെ പുറത്തായി. അത്ലാൻ്റ പുറത്തായത് ബെൽജിയം ക്ലബ്ബായ ക്ലബ്ബ് ബ്രുഗയോട് പരാജയപ്പെട്ടാണ്. അതേപോലെ ബയേൺ മ്യൂണിക്ക് ജർമ്മൻ വമ്പന്മാരാണ്. അവർ ഫുട്ബോളിലെ കുഞ്ഞന്മാരായ സ്കോട്ട്ലൻഡിലെ ക്ലബ്ബായ സെൽറ്റിക്കിനോട് കഷ്ടിച്ച് ജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചു. അതേസമയം ഫ്രാൻസിലെ വമ്പൻ ക്ലബ്ബായ PSG എതിരില്ലാത്ത 10 ഗോളുകൾക്കാണ് 2 പാദങ്ങളിലായി അതേ നാട്ടിൽ തന്നെ ബ്രസ്റ്റിനെ പരാജയപ്പെടുത്തിയത്. ബൊറൂഷ്യ ഡോർട്ട്മണ്ട് സ്പോർട്ടിംഗ് ലിസ്ബനെ പരാജയപ്പെടുത്തിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം ലിവർപൂൾ, ആർസനൽ, അസ്റ്റൺ വില്ല തുടങ്ങിയ ഇംഗ്ലീഷ് ക്ലബ്ബുകളും ബാർസലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ് തുടങ്ങിയ സ്പാനിഷ് ക്ലബ്ബുകളൊക്കെ നേരത്തെ തന്നെ പ്രീ ക്വാർട്ടറിലെ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടറിലെ ഫിക്സർ നറുക്കെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് വരുന്നത്. നമസ്കാരം. താങ്ക് യു.